എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1762 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ സൂമിൻ്റെ സുപരിചിതനായ ഡോക്ടർ സലീം കുമാർ ഫ്രം എറണാകുളം. സലീം കുമാർ ഡോക്ടറാണ്. സലീം കുമാർ ഡോക്ടർ BSc DHMS കൗൺസിലിംഗ് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടർ നമ്മളോടൊപ്പം കൂടുതൽ ദിവസവും പങ്കുചേരാറുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഒരു വേഷത്തിൽ ഫാക്കൽറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലാസ് എടുക്കുവാനായി, അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സലീം കുമാർ ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. നന്ദി. സലീം കുമാർ ഡോക്ടറെ തുടങ്ങാം. IFPHലെ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും IFPHന്റെ സാരഥികൾക്കും ആദ്യമേ എന്നെ ഇതിൽ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഇന്ന് എനിക്കിത്തിരി വോൾട്ടേജ് കുറവുണ്ട്. ഞാൻ രാവിലെ ടെറസിൽ കുറച്ച് ചെറിയ പണിയൊക്കെ ചെയ്തു. മഴ നനഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു. പക്ഷെ അത് എനിക്ക് ചെറിയ പണി തെറ്റി. ഒരു 11 മണിയായപ്പോൾ ഒരു തുമ്മൽ തുടങ്ങി. കുറച്ച് തൊണ്ടവേദനയുണ്ട്, കുറച്ച് തന്നെ തുമ്മണത്. ഒരു പനി മുകളിൽ കൂടെ വട്ടമിട്ട് പറക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അടഞ്ഞ മൂക്ക് തുറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. തൊണ്ടയിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ചൂടുവെള്ളം കുടിച്ചുകൊണ്ടും പിന്നെ നമ്മൾ നാടൻ മരുന്നുകൾ മറ്റേ തുളസി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടും അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ മെഡിസിൻ അക്കൗണ്ടായിട്ട് കഴിച്ചിരുന്നു. ഏതായാലും അതിൻ്റെതായ ഒരു വോൾട്ടേജ് കുറവ് എനിക്കുണ്ടാവാം. അതുകൊണ്ട് ക്ഷമിക്കണം. ഞാനിപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ച് കേസുകൾ തന്നെയാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് കൗൺസിലിംഗ് വേണ്ടി വന്ന അങ്ങനെയുള്ള ആ അനുഭവങ്ങൾ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ച് കൗൺസിലിംഗ് വേണ്ടി വന്ന കേസിൽ കൊടുത്ത മെഡിസിൻ ഉൾപ്പെടെ പറയുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു വിഷയം നടക്കുന്നുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ പേടിച്ചാണ് വളർന്നത്, അല്ലെങ്കിൽ അവർ ബഹുമാനിച്ചാണ് വളർന്നത്. അതേ സമയത്ത് നമ്മൾ പേടിച്ച് വളർന്ന് നമ്മൾ കല്യാണം കഴിച്ച് മാതാപിതാക്കളായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെയും പേടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. അതുപോലത്തെ ഒരു വിഷയമാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. 22 വയസ്സുള്ള മകള് വീട്ടിലുണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഒരു അമ്മയും അച്ഛനും കൂടി വന്നു. അപ്പോൾ മകളെ ഞാൻ ട്രീറ്റ് ചെയ്യണം, അത് അവളറിയാതെ ചികിത്സിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷെ അമ്മ വളരെ അങ്ങേറ്റത്തെ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ്. വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്, നന്നായി വളർത്ത സുന്ദരിയായ ഒരു സ്ത്രീ. പക്ഷെ അവരുടെ കണ്ണ് ചുറ്റും ഇരുണ്ടിരിക്കുന്നു. വല്ലാതെ ഉറങ്ങിയിട്ട് ആഴ്ചകളായി കാണുമെന്ന് തോന്നുന്നു. തീരെ വയ്യാത്ത ഒരവസ്ഥയിൽ അവർ വന്നിരുന്നു. ഇങ്ങനെ എൻ്റെ മകൾക്ക് ഇങ്ങനെയാണ് സാറ് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മകളെക്കുറിച്ച് പറയാമോ ഊഹിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു, ഓക്കെ, മകളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. മാഡം ഉറങ്ങിയിട്ട് ദിവസങ്ങളായല്ലേ എന്ന് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. പിന്നെ പൊട്ടി ഒലിച്ചു, കരഞ്ഞു. ടേബിളിൽ തന്നെ കണ്ണീര് വീഴുന്ന രീതിയിൽ അവർ കരച്ചിലായി. കുറച്ചു നേരം ഇത് കൊടുത്തു. പിന്നെ കരച്ചിൽ നിൽക്കാൻ താമസിച്ചപ്പോൾ ഹസ്ബൻഡിനെ കൂടി വിളിച്ച് അടുത്തിരുത്തി.
അപ്പൊ ഇവര് മാനസികമായിട്ട് തകർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു ഘട്ടത്തില് ജീവിതം അവസാനിപ്പിക്കണമെന്ന് രണ്ടുപേർക്ക് തോന്നിയ ഇല്ല, എനിക്ക് തോന്നി, അദ്ദേഹത്തിന് തോന്നിയിട്ടില്ലായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് തനിച്ചായിക്കൊണ്ട് ഞാൻ പോണ മര്യാദയല്ല എന്ന് വിചാരിച്ചിട്ട് മകള് കാരണം ഒരു മാതാപിതാക്കൾ എത്രത്തോളം സഫർ ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ നിന്ന് പലയിടത്തും നടക്കുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ അറ്റൻഡ് ചെയ്ത ചില കേസുകളിൽ ഒരെണ്ണം മാത്രമാണ്, ഇത്തരം ഒരു ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകള് യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരുവനുമായിട്ട് അടുപ്പമുണ്ട്. അതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല വിഷയം. ഇന്നത്തെ കാരണവന്മാർ അല്ല മാതാപിതാക്കൾ അതിനൊന്നും എതിർക്കുന്നില്ല. അവളിപ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഒരു തരത്തിൽ യോഗ്യത ഉള്ളവനല്ല പറയാം. പക്ഷെ അതല്ല, അവര് തമ്മിൽ എപ്പോഴും ഫോണിൽ തല്ലുപിടിക്കുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 8-9 മണി കഴിഞ്ഞാൽ ഇവളുടെ മുറിയിൽ നിന്ന് അവനും ഇവനും തമ്മിൽ തല്ലുപിടിക്കുന്നു. ശബ്ദം കേൾക്കാൻ ഇവിടെ അലറും, പൊട്ടിക്കരച്ചിലാവും. ഇതൊക്കെ അല്ലാതെ കേൾക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാശിയും വഴക്കൊക്കെ പിറ്റേ ദിവസം വീട്ടുകാരോട് പ്രകടിപ്പിക്കുന്നു. ഇതാണ് വിഷയം. അപ്പോൾ മകളിനിപ്പോൾ മാനസികമായിട്ട് മകളിനിപ്പോൾ ഏത് ഗുണ്ടയെ അലവലാതിയെ കൊള്ളുന്നാലും കല്യാണം കഴിപ്പിച്ചു വിട്ടേക്കാം എന്നുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പോടെയാണ് അവർ നിൽക്കുന്നതെങ്കിൽ കൂടി ഇവർ തമ്മിലുള്ള സംഘർഷം മറ്റേയാളെ അവർ കാണുന്നില്ല, ഫോണിൽ കൂടിയാണ് തർക്കം. അതിൽ പിന്നെ ഇവിടെ ആദ്യ ദേഷ്യം തീർക്കുന്ന, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നു, പൊട്ടിക്കുന്നു. ഇതൊക്കെയാണ് വിഷയം. അത് ഇവരുടെ വായിലൂടെ മാത്രമേ എനിക്കറിയാവൂ. പക്ഷെ ഇവരിൽ ഇങ്ങനെ സംസാരിച്ചു ഒരു ഘട്ടത്തിൽ ഇവരുടെ കരച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ആങ്സൈറ്റി അബൌട്ട് അതേഴ്സ് എന്നുള്ള ഒരു റൂബ്രിക്കിൽ സാധാരണ അൽസം ഫോസ്ഫറസ് ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ ഇവർ കുറച്ച് കെയർ ചെയ്യുന്ന ആളായിട്ട് തോന്നി. എങ്കിലും അതൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ അല്പം വെള്ളം കുടിക്കൂ, ഇത്ര നേരം സംസാരിച്ചല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അകത്ത് കയറി ഒരു ഡോസ് ഫോസ്ഫറസ് എണ്ണം ഒഴിച്ച് വെള്ളം കൊടുത്തു. അവരവിടെ ഇരുത്തി. അതിനുശേഷം അവർ പതുക്കെ ശാന്തയാവാൻ തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി അങ്ങനെ ആ കഥയിൽ അവർ പതുക്കെ രക്ഷപ്പെടുത്തി. മകളെക്കുറിച്ചുള്ള ഇതിൽ നിന്ന് ഇവരുടെ വർണ്ണനയിൽ നിന്ന് എനിക്ക് തോന്നിയത് ഒരു അൺഅറ്റൈനബിൾ ലവ് എന്നാണ്. അതായത് ഈ മരുമകനാവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെ കാമുകനായ വ്യക്തിയുടെ ഒരു ഫോട്ടോ തന്നെ എന്നെ കാണിച്ചിരുന്നു. ഒരു അച്ഛനോ അമ്മയ്ക്കോ സഹിക്കാവുന്ന രീതിയിലുള്ള ഒരു വേഷവിധാനങ്ങളുള്ള ഒരുത്തനൊന്നുമല്ല. അത് മാത്രമല്ല, അവൻ ഏതോ വയനാട് പോലുള്ള സ്ഥലത്ത് എന്തോ ഒരു കൂലിപ്പണിയൊക്കെയാണ് നടക്കുന്ന ഒരുവനാണ് അവൻ. ഒരു വിദ്യാഭ്യാസ യോഗ്യത പോലും കാര്യമായിട്ടില്ല. എങ്ങനെയോ ഫേസ്ബുക്കിലോ കൂടിയൊക്കെ അടുത്തായി ഇതാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നിയത് അൺഅറ്റൈനബിൾ ലവ് എന്നൊക്കെ പറയുന്നത് നാട്രമോറിനാണല്ലോ. അപ്പോൾ നാട്രമോർ, പക്ഷേ ഇവളുടെ പെരുമാറ്റം ഇപ്പോൾ കണ്ടാൽ ഭയങ്കര ധിക്കാരം ഇതൊക്കെ. അപ്പോൾ അത് സെപ്പിയൊക്കെ ഫോളോ ചെയ്ത് നാട്രമോർ കൊടുക്കാമല്ലോ എന്ന് ഒക്കെ ചിന്ത തോന്നി. അച്ഛനോടും അമ്മയോടാണ് ഒരു ദേഷ്യം കൂടുതൽ തീർക്കുന്നത്, അനിയനോടുണ്ട്. അങ്ങനെ സെപ്പിയ കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ടൈം 1 മാസമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. സെപ്പിയയും നാട്രമോറും കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് വ്യത്യാസം ഉണ്ടായി. പിന്നെ ഞാൻ കൂട്ടത്തിൽ റെസ്ക്യൂ റെമഡിയും കൊടുത്തിരുന്നു. ഏതായാലും ഒരു സന്തോഷ വാർത്ത ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ അവനെ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇപ്പോൾ വിവാഹമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഇൻവിറ്റേഷൻ അവളായിട്ട് ക്ഷണിച്ചു. അവൾ വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും, ഞങ്ങളും നേരിട്ട് സംസാരിച്ചിട്ടില്ല. അതിന് കല്യാണം ക്ഷണിക്കുന്നു. അങ്ങനെ ഇതിലേക്ക് വന്നു. ഇനി അടുത്തത് ഇതുപോലെ വേറൊന്നാണ്. ഒരു ആള് 45 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. അവൻ വിവാഹം കഴിച്ചിട്ടില്ല. വീട്ടിലെ ഒരു പെങ്ങളുണ്ട്, പെങ്ങളെ കെട്ടിച്ചു വിട്ടു. അത്യാവശ്യം സ്വത്തുള്ള വീടാണ്. 2-3 വീട് വാടക കൊടുത്തിട്ടുണ്ട്. ഇവൻ അമ്മ അച്ഛൻ ചേർന്നിരിക്കുന്ന കുടുംബമാണ്. ഇവന് എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകും, തിരിച്ചു പോരും. ഡിഗ്രി എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ അടുത്ത് പോകും. എന്നാലും അവരായിട്ട് ഉഴപ്പിണക്കി മദ്യപിക്കുക എന്നൊക്കെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടിയിരിക്കും. ഇതിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ വേറൊരാൾ വഴിയാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവൻ്റെ മദറിനെയൊക്കെ എനിക്കറിയാമായിരുന്നു. ഇവർ വന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, സംസാരിച്ചു.
1-2 സിറ്റിങ്ങുകൾ വേണ്ടി വന്നു. ഇവൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുന്നവന് ഒരിടയ്ക്ക് പെട്ടെന്നൊരു ഉന്മേഷോത്സാഹമൊക്കെ വരുന്നു, വീട്ടിൽ അത്ഭുതപ്പെടുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇതും സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ എല്ലായിടത്തും പഴയ കോളേജ് ആളുകൾ പഴയ സഹപാഠികൾ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ബന്ധങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്ന ഒരു കാലം. അപ്പോൾ ഇവരുടെ പഴയ കോളേജിലെ ഒരു കൂട്ടുകാരിയെ കണ്ടു. പഴയ അവൻ്റെ കാമുകിയൊന്നും ആയിരുന്നില്ല, പക്ഷെ അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയപ്പോൾ അവളോട് തോന്നിയ സഹതാപം. അപ്പോൾ അവൾക്കുള്ള കുട്ടികൾ കോളേജ് പ്രായത്തിലേക്കൊക്കെ എത്തി. ഇവന് 45 ഉണ്ട് ഏജ് എത്തി. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് ഇവൻ അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ വല്ലാണ്ട് എതിർത്തു. ഇവൻ ഹിന്ദുവും അവൾ ക്രിസ്ത്യനുമാണ്. അതാണ് യഥാർത്ഥ പ്രശ്നം. പിന്നെ 2 കുട്ടികളെ ഉള്ള ഒരാൾ പ്രേമിക്കുന്നു എന്നുള്ളതിൻ്റെ വിഷയം. അപ്പോൾ ഇവനാണെങ്കിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. 45 വയസ്സ് വരെ കല്യാണം കഴിക്കാതിരുന്നതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അവൻ കല്യാണം കഴിച്ചിട്ട് തകരാറില്ല എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവനെ കൊണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പറിച്ചു കളയണമെന്ന് പറയാനായിട്ട് ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ അമ്മയുടെ കാര്യം പറയാൻ പ്രത്യേക കാരണം കൂടി ഉണ്ട്. അവരാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് 4-5 കിലോമീറ്റർ അകലുള്ള സ്ഥലമാണ്. ആ നാട്ടിലെ ഈ ഒരു ജാതി, ഒരു മതം എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് കാര്യമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തകയാണ്. അവരാണ് മകൻ ഒരു അന്യമതസ്ഥയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് എതിർക്കുന്നത്. അത് തന്നെ പറഞ്ഞ് അവരെ ചീത്ത വിളിച്ചു. നിങ്ങൾ നാട്ടിൽ പറഞ്ഞു നടക്കുകയും ഇവരിങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ചീത്ത വിളിച്ചു. കാര്യം അവരതിനകത്ത് വല്ലാണ്ട് വിഷമിക്കുന്നതുകൊണ്ടാണ് ഞാൻ വഴക്ക് പറയാൻ കാരണം. അങ്ങനെ ഇരുന്നു. ഇവർ എൻ്റെ അടുത്ത് ഇവൻ എപ്പോഴും വന്നിട്ട് അഭിപ്രായം ചോദിക്കും. ഞാൻ അവളെ വിവാഹം കഴിക്കണോ വേണ്ടയോ? ഞാനൊരിക്കലും കഴിക്കണമെന്നോ കഴിക്കണ്ടെന്നോ പറയില്ല. കാര്യം നീയാണ് തീരുമാനിക്കേണ്ടത്, നിനക്കാണ് ധൈര്യം വേണ്ടത്. അവള് ഇവൻ്റെ കൂടെ വീട്ടിൽ നിന്ന് താമസിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവൻ്റെ അമ്മയും അച്ഛനും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവള് പറയുന്നത് ഇവൻ അവിടെ വീട്ടിൽ താമസിച്ചോളും. ഇങ്ങനെ ഈ സമയത്ത് ഒരു തീരുമാനമില്ലാതെ കുറച്ച് നാളിങ്ങനെ പോയി. ഇതിനിടയ്ക്ക് മെഡിസിനൊക്കെ ഈ സമയത്ത് ഇവൻ ഡിപ്രസ്ഡായി അവൻ താടിയൊക്കെ നീട്ടി വളർത്തി കുളിക്കാതെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഞാൻ ഇവിടെ വെറ്റിനോടിക്ക് കുറച്ച് പറയേണ്ടി വരും. എനിക്ക് നമ്മൾ അല്പം പതോളജി വെച്ചിട്ടാണ് ഇടപെട്ടത്. നമ്മുടെ എൻ്റെ ഒരു ഗുരുനാഥനും കൂടിയായ രാമകൃഷ്ണ അയ്യപ്പ സാറ് പാലക്കാട്ടെ, അദ്ദേഹം പറഞ്ഞ അറിവാണ്. ഇത്തരം കേസിൽ സാധാരണ അലോപ്പതി ഡോക്ടർമാർ ആൻറ്റി ഡിപ്രസൻ്റായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ലിത്തിയം കാർബ്. നമ്മൾ അതിനെ റൊമാറ്റിസം ചികിത്സിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒതുക്കി കളഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ലിത്തിയം കാർബ് 3x ഞാൻ അവന് ഡെയിലി കൊടുത്തപ്പോൾ മാത്രമാണ് അവൻ അന്ന് കയറി പോകുന്നത്. നമ്മൾ അതിന് ബോറും പറ്റും അതൊക്കെ കൊടുത്തിരുന്നു. അതൊന്നും വേണ്ടത്ര ഫലിച്ചില്ല. ലിത്തിയം കാർബ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന് നല്ല പെട്ടെന്നുള്ള വ്യത്യാസം ഉണ്ടായി. ലിത്തിയം ബോഡിയിൽ കുറയുമ്പോഴാണ് നമ്മൾ ഒരു പരിധിവരെ ഡിപ്രസ്ഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ കഥയുടെ 2ാം പോർഷനാണ്. അവനൊന്ന് ബെറ്ററായി ഇതിലേക്ക് വന്നു. വിവാഹം കഴിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം അനന്തമായി തുടരുകയാണ്. ഞാൻ കഴിച്ചോളണം എന്ന് ഞാൻ പറയുന്നില്ല. അല്ലാതെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾക്കാർ ചില മര്യാദകളൊക്കെ കാണിക്കേണ്ടതുണ്ട്. നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നീ പോയി കല്യാണം കഴിച്ചു, നിൻ്റെ അമ്മ അങ്ങനെ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കെ ജീവിതത്തിലൊരു കഥയാണ്. ആ സ്ത്രീ റൈറ്റ് സൈഡ് പാരാലിസിസ് വന്ന് കിടപ്പിലായി, ICUലായി, മരിച്ചു പോകുന്നു വിചാരിച്ചു. കയറി പോന്നു. അമ്മ പാരാലിസിസായി കിടപ്പിലായി. ഇവൻ്റെ പെരുമാറ്റത്തിൽ വീട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടു. അവൻ ICUവിന് പുറത്ത് അമ്മയ്ക്ക് കാവലിരിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവൻ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതൊന്നും ഇവൻ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. പിന്നീട് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. പിടിച്ചു നടക്കാൻ പറ്റുന്നൊരവസ്ഥയിലൊക്കെ ആയി. അപ്പോൾ
അവര് വിവാഹം കഴിച്ചോട്ടെ, നീ വിവാഹം കഴിച്ചോളൂ, നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അമ്മ പോയി ഇനി കണ്ട സ്ത്രീകളിലെ മൂത്രവും മലമൊന്നും കോരാൻ നിൽക്കണ്ട, അയാൾ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അമ്മ വിവാഹം കഴിച്ചാൽ മതി എന്ന് മറ്റേ പെൺകുട്ടിയുടെ മക്കൾ പറഞ്ഞു. അങ്ങനെ വീണ്ടും സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഏതായാലും ഇവൻ കുടുംബം നോക്കാനൊക്കെ തുടങ്ങി. വീട്ടിൽ 2-3 ബിൽഡിങ്ങുകൾ വാടക കൊടുത്തിട്ട് ആ വാടകയൊക്കെ ഇവൻ കൃത്യമായി മേടിക്കുകയും ഇതൊക്കെ ഇവൻ്റെ അമ്മയെ പരിചരിക്കുന്നുണ്ട്. കഥ അങ്ങനെ തുടരുന്നു. അടുത്തത് ഒരു സിനിമയുടെ കഥ പോലെ ആയല്ലേ, ഇനിയും കഥ തുടരും. അതെ അതെ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇതുപോലെ തന്നെ മകളും ഭർത്താവും സ്നേഹിക്കുന്നില്ല എന്ന് കരയുന്ന ഒരു സ്ത്രീ, അവർക്ക് BP വല്ലാണ്ടുണ്ടായിരുന്നു. BP ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പല മരുന്നും കഴിച്ചിരുന്നു. ഭാഗ്യത്തിന് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടില്ല, ആയുർവേദ പ്രയോഗം കഴിച്ചിട്ടും മാറുന്നില്ല. നമ്മുടെ മുമ്പിൽ വന്ന് അവർ മാസ്ക് ചെയ്ത സമയത്ത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവരിങ്ങനെ വന്നു. ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതെന്താ നിങ്ങൾ പറയാണ്ട് ഞാനും ചെയ്യണം. ഇത്ര BP ഒരാൾക്ക് കുറയാണ്ട് നിൽക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പിടിച്ച് നിങ്ങളെ ഹാർട്ടിനോ അവിടെ ഇവിടെ എങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്യണം. അതൊന്നും ചെയ്യാതെ നിങ്ങൾ വെറുതെ വിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട്. BPയുടെ ഗുളികയും അത് ഒരു അമൃത ഹോസ്പിറ്റലൊക്കെ പോയി പരിശോധിച്ച കേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കാൻ വേറെ സമയം തരാം എന്നൊക്കെ പറഞ്ഞ് വേറൊരു ദിവസം ഇത് ചെയ്തു. ഞാൻ പറഞ്ഞ്, ഈ നാടകമൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ പോലെ നിങ്ങൾ എന്താ ചുമന്നുകൊണ്ട് നടക്കുന്നത്, എന്താ പ്രശ്നം, അത് എന്നോട് പറയൂ. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് BP കൂടി നാളെ ചിലപ്പോൾ മിണ്ടാനും പറയാനും പറ്റാതെ കിടന്നു പോകും എന്ന് പറഞ്ഞു. അവിടെ ചോദിച്ചു പറഞ്ഞപ്പോൾ ഒരു കരച്ചിൽ, ഒരു വീഴ്ചയിൽ എല്ലാം കഴിഞ്ഞു. ഹസ്ബൻഡും മക്കളും അവരെ സ്നേഹിക്കണില്ല എന്നുള്ള ഒരു ഡെലൂഷൻ മാത്രമാണ്. അവരൊക്കെ അറിയാം, അവരൊന്നും മര്യാദക്ക് അമ്മയെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴും ആ ഒരു ക്രേവിങ് ലവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവർക്ക്. ഏതായാലും അവിടെ ഇവരെ അത് വെച്ചിട്ടൊന്നും മെഡിസിനും കൊടുത്തിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓറമെറ്റാണെങ്കിൽ അബാൻഡൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഫീലിങ്ങിൽ വരുന്നത്, അതൊന്നും അവർക്ക് ഏറ്റില്ല. സെക്കൻഡ് സിറ്റിങ്ങിൽ അവരുമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇയാളോട് എങ്ങനെയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പിന്നെ വൃത്തി കുറച്ച് കൂടുതലാണെന്ന് വാക്ക് പറഞ്ഞു. ഒരു മാസം 2500 രൂപയുടെ അയാൾ പറഞ്ഞ സോപ്പ്, വാഷിംഗ് പൗഡർ, മറ്റേ സിങ്ക് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ, തറ തുടക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ കൂടി മിനിമം 2500 രൂപയുടെ സാധനം വേണം. ഒരു വർഷത്തിൽ 2 to 3 ടൈംസ് അവരുടെ ടോയ്ലറ്റ് ടാങ്ക്, സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. കാര്യം ഇപ്പം ഇങ്ങനെയുള്ള സാധനം നിങ്ങൾ ഗ്രോസറി ടാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതവിടെ വേറെ വർക്കൊന്നും നടക്കില്ല. അത്രയും ചിലപ്പോൾ 1/2 ടാങ്ക് വെള്ളത്തിലൊക്കെ ഒരു കുളിക്കും. അത് വെച്ചിട്ട് പിന്നെ ഇവരുടെ പ്രവർത്തനം കഴിഞ്ഞാൽ ആഴ്സ് വണ്ണമാണ് കൊടുത്തത്. ക്രാബ് ആപ്പിളും കൊടുത്തു. ഏതാണ് ഫലിച്ചത് എന്ന് പറയാൻ ആളല്ല. ആഴ്സും വണ്ണം ക്രാബ് ആപ്പിളും കൊടുത്തതിന് ശേഷമാണ് ഇവരുടെ BP താഴെ പോകുന്നത്. BP നോർമലായി. പിന്നെ അവർക്ക് മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ സ്നേഹം തിരിച്ചറിയാൻ പറ്റി തുടങ്ങി. അവർ വിളിച്ചു പറഞ്ഞു, അമ്മ ഒരുപാട് ഇപ്പോൾ ഞങ്ങൾക്ക് അമ്മയുടെ ചീത്ത കേൾക്കാണ്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് മകളൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് ആഴ്സ് ആൻഡ് ക്രാബ് ആപ്പിൾ ആണ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയത്. നമ്മൾ പറയുന്ന പോലെ അബാൻഡൻ്റൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യമേ താങ്ങിയ ഓർമ്മറ്റ് അവിടെ ഒന്നും ഫലിച്ചില്ല. ഇനി അടുത്തത് വേറൊരു ഇതുപോലെ സിനിമാ കഥയ്ക്ക് പറ്റിയതാണ്. നമ്മളുടെ നാട്ടിൽ ഇന്ന് ഇതുപോലെ തന്നെ വേറെ സംഭവമുണ്ട്. വിദേശത്ത് യൂറോപ്യൻ കൺട്രീസിലോട്ട് നേഴ്സുമാരായിട്ട് പോകുന്ന ആളുകൾ, ലേഡീസ്, അവരവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ല സാലറി കിട്ടും. ആ സാലറി കിട്ടി കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വിവാഹം നടത്തും.
വിവാഹത്തിന് ജോലിയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാട്ടിൽ അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ ഉള്ള നാളെ പോയ ജോലി മേടിക്കാം എന്നുള്ള ഇതിലുള്ളതുകൊണ്ട് വലിയ ജോലിയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പയ്യനെ കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുപോകും. അവനവിടെ ജോലി വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അല്ലെങ്കിൽ ജോലി വാങ്ങാതെ അവരവിടെ ഇരിക്കും. അപ്പോൾ നേഴ്സുമാർക്ക് നല്ല സാലറി കിട്ടും. സാലറി ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവർക്ക് 1-2 പേരെ വീട്ടിൽ താമസിപ്പിച്ചാലും പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർക്ക് കിട്ടുന്ന വരുമാനം. അപ്പോൾ അതുപോലെ പോയ ഒരുവൻ അവൻ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ചില ടെക്നോളജിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നു. അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ അതിൻ്റെ ഒരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഇവന് വൈഫിൻ്റെ 5-1 സാലറി മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിനിടയ്ക്ക് കുട്ടികളെ വന്ന് നോക്കുന്നു, വീട് അടച്ചു തുടച്ച് വൃത്തിയാക്കുന്നു, വൈഫ് വരുമ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കുന്നു. അങ്ങനെ അനുസരണയുള്ള നല്ലൊരു ഭർത്താവായിട്ട് ഇവൻ ആ വീട്ടിൽ കഴിയുന്നു. അങ്ങനെ ഇരിക്കെ ആ ഹോസ്പിറ്റലിൽ ഇവൻ വർക്ക് ചെയ്യുന്ന സെക്ഷനിൽ സീനിയറായിട്ടുള്ള വ്യക്തി റിട്ടയർ ചെയ്ത് പോവുകയോ അങ്ങനെ ജോലി അയച്ചു പോവുകയോ ചെയ്യുന്നു. ഇവൻ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യണതുകൊണ്ടും വിദേശ രാജ്യങ്ങളിൽ അവർ നമ്മളെന്ത് പഠിച്ചിട്ടുണ്ടെന്ന് നോക്കില്ല, എന്തറിയാമെന്ന് നോക്കണം, ക്വാളിഫിക്കേഷൻ വരെ നോക്കാറില്ല. ഇവൻ ആ പോസ്റ്റിലേക്ക് മാറുകയും ഇവളുടെ സാലറിയുടെ ഡബിൾ ഇവന് കിട്ടാൻ ചെയ്തു. ഇതെല്ലാം ഇവൻ്റെ നറേഷനിൽ കൂടി എനിക്ക് അറിയാവൂ കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ മുതൽ വൈഫിന് ഇവനോട് അല്പം ജലസി തോന്നി തുടങ്ങി. പതുക്കെ വൈഫ് വഴക്ക് പറയാൻ തുടങ്ങി. ഇവൻ്റെ ക്യാഷ് മുഴുവൻ ഇവള് മേടിച്ചെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ കുറേ കഴിഞ്ഞു. ഇവർ തമ്മിൽ പതുക്കെ മാനസികമായിട്ട് അകലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇവൻ എന്തോ ആവശ്യത്തിന് ഇപ്പോൾ സാലറിയൊക്കെ കൂടി കിട്ടിയപ്പോൾ 1 വർഷത്തിൽ 2-3 പ്രാവശ്യം നാട്ടിൽ വരാൻ തുടങ്ങി. വീട്ടിൽ സ്ഥിരം വഴക്കായി. 2 മുറിയിലായി. 2 മുറിയിൽ 2 കിച്ചണൊക്കെ ആയി. മക്കളുണ്ടെങ്കിലും അങ്ങനെയായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിൽ ഇവൻ ഒരു ഗവൺമെൻറ് സർവീസിലുള്ള ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഡിയെ പരിചയപ്പെടേണ്ടി വന്നു. എന്തോ ഈ ആധാരവും ഇതൊക്കെ ചെയ്യണമല്ലോ, ഇങ്ങനെയുള്ള കാര്യമായിട്ട് അവരുമായിട്ട് അടുപ്പത്തിലായി. അവർ ഇതേ വെള്ളത്തിൽ ചവിട്ടിയിരിക്കുന്ന ഒരവസ്ഥ. ഡൈവോഴ്സ് ചെയ്യാണ്. 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് പുറത്ത് അഡ്മിഷൻ മേടിക്കാനൊക്കെ ഇവൻ സഹായിക്കേണ്ടി വന്നു. ഇവൻ ആ യൂറോപ്യൻ കൺട്രിയിലേക്കാണ് ആ കുട്ടി പോകുന്നത്. അങ്ങനെ അവർ പരിചയപ്പെട്ടു. ഇവരെ പരിചയപ്പെടൽ മക്കളുടെ സമ്മതത്തോടെ കുറച്ച് ഇതായിട്ട് വളർന്നു. ഇവനിടക്ക് നാട്ടിൽ വരും. ഇവർ തമ്മിൽ ചുറ്റാൻ പോകും. ദിവസങ്ങൾ കഴിഞ്ഞ് വരും. ഇതൊക്കെയായി. ഈ കഥ ഇങ്ങനെ ഒരു ഗതി അവിടെയുള്ള സ്വന്തം ഭാര്യ ഇത് അറിയുന്നു. തിരിച്ചെത്തുന്നു. ഇവനെ അവൾ പ്രശ്നം ഉണ്ടാക്കുന്നു. അടി വീഴുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവള് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉള്ളിട്ട് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞ് ചെറിയ അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ ഫ്രണ്ട്സോ ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവള് വന്ന് ഇവൻ്റെ കാലിൽ വീണ് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതാണ് ഈ അറിവില്ലായ്മ കൊണ്ടാണ് എന്നെ പിരിയരുതെന്നൊക്കെ പറഞ്ഞ് ഒരു നമ്പർ കരഞ്ഞു എന്നാണ് പറയണത്. ആ കരച്ചിൽ ആത്മാർത്ഥമുള്ളതായിട്ട് ഇവന് തോന്നാതിരുന്നതുകൊണ്ട് അതൊക്കെ തട്ടിത്തെറിപ്പിച്ചു. വീണ്ടും അവർ തമ്മിൽ വഴക്കിൽ തന്നെ തുടർന്നു. അടുത്ത പ്രാവശ്യം പോയി ഇവൻ വന്നപ്പോഴത്തേക്കും ഇവൾ വീണ്ടും അവള് നാട്ടിലാരോ ചാരന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായി. ഇവർ തമ്മിൽ കറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. നാട്ടിൽ ചെന്നപ്പോൾ ഇവനായിട്ട് അടിപിടിയായി. പോലീസിൽ കേസായി. ഇവന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഈ ജയിലിൽ കിടക്കേണ്ടി വന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ വേറെ വീട്ടിലേക്ക് മാറുകയും അവിടുത്തെ വിദേശങ്ങളുടെ നിയമം എന്ന് പറഞ്ഞാൽ ഡൈവോഴ്സ് നോട്ടീസ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയണമെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ പകുതി ഭാര്യയ്ക്ക് കൊടുത്തേ പറ്റും. എത്ര ഉണ്ടാക്കിയാലും പകുതി കൊടുക്കണം. അങ്ങനെയായി. അങ്ങനെ അകൽച്ചയിലായി. ഇതിൻ്റെ ഇടയിൽ ഇവൻ്റെ വൈഫ് നാട്ടിലെ ഇവളുടെ നമ്പർ പിടിച്ച് അവളെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് വേറെ ട്രെയിനിങ് ഉണ്ടായത്. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് മറ്റേ ലേഡി എന്നെ തേടി വന്നു. ഞാനാണ് ഈ കഥയിലെ നാട്ടിലെ നായിക എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചത്. അവരൊരുപാട് എന്നോട് സംസാരിച്ചു. അവിടെ എല്ലാവരും പറഞ്ഞു നേരെ കൗൺസിലിങ്ങിൻ്റെ ആൾ കാണിക്കണ മര്യാദ. അതുപോലെ ഞാൻ ഇതിനകത്ത് യാതൊരുവിധ ഇൻട്രസ്റ്റ് എടുക്കുകയോ എനിക്ക് ഉള്ളിൽ വല്ല താല്പര്യം ഉണ്ടെങ്കിലോ ഒന്നും കാണിച്ചില്ല. അതിനിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ സംസാരിച്ചു. ഇവർ തമ്മിൽ വല്ലാത്ത അടുപ്പത്തിലാണ്.
അപ്പോൾ ആ ലേഡി ഇവൻ്റെ ഭാര്യ ഇവിടെ വിളിച്ച് ചീത്ത വിളിച്ച കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു കരടാവാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെ കാണാൻ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ട് ആയിരിക്കും. അത് എൻ്റെ കുറ്റമല്ല. എനിക്ക് നിങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ നാളെ അദ്ദേഹം എന്നെ തേടി വരില്ലായിരിക്കാം. അത് നിങ്ങൾ നോക്കുമോ, എനിക്കൊന്നും പറയാനില്ല എന്ന് ഇവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവനിടയ്ക്ക് ഇപ്പോൾ 2-3 മാസം കൂടുമ്പോൾ വരും. ഇതിനിടയിൽ ഇവരുടെ പിന്നത്തെ ഒരു ടേണിൽ ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊരു പരാതി പറഞ്ഞു. ആ പരാതിയിൽ ഇവൻ അവിടെ നിന്ന് വരും. ഞാൻ ഇത്ര മണിക്ക് ഇവിടെ നെടുമ്പാശ്ശേരിയിലെത്തും. അവിടെ നീ കാറുമായിട്ട് വന്നോളണം. ഞാൻ ഇത്ര മണിക്ക് വരും. ഓഫീസിൽ വന്നോളണം, പൊക്കോളണം. ഇവരെ ഒരു അടിമയെ പോലെ കാണുകയും സംസാരിക്കുകയും അമിതമായ സ്വാതന്ത്ര്യം കാണിച്ചു തുടങ്ങി. ആ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഒരു പക്ഷേ മറ്റേ വൈഫിനെ കുറിച്ച് ഇവൻ പറയുന്നതിലും ചിലപ്പോൾ ചില നുണയുണ്ടാവും. എനിക്ക് തോന്നിയത് ഇവന്റെ ബാക്കി ആകാര ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവനൊരു ടിപ്പിക്കൽ ലൈക്കോപോഡിയുമായിട്ട് തോന്നുന്നു. അതായത് ലൈക്കോപോഡി എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, സോഫ്റ്റ് ടു സുപ്പീരിയേഴ്സ് ആൻഡ് ഹാർഡ് ടു ഇൻഫീരിയർ. അങ്ങനെ ഒരൊറ്റ ഒരു തോന്നി. ഞാൻ ലൈക്കോപോഡിന് 10 കൊടുത്തു. ലൈക്കോപോഡിന് 10 കൊടുത്തതിന് ശേഷം ഇനി വല്ലാതെ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ രണ്ടുപേരോടും സ്നേഹമാണ്. എന്നാലും ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് 1 മാസത്തോളം ആയിട്ടും അവൻ്റെ ഭാര്യ ഇവരെ വിളിച്ച് ചീത്ത വിളിച്ചിട്ടില്ല. എന്തോ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു. മറ്റവൾ പറയണം. അപ്പോൾ അവൾ പറഞ്ഞു, ഡോക്ടറെ, അയാൾ ഇപ്പം എൻ്റെ പെരുമാറ്റത്തിലൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അയാൾ നന്നായിട്ട് ജീവിക്കുമെങ്കിൽ എനിക്കത് കണ്ടാൽ മതി. എനിക്ക് ആരും ജീവിതം തട്ടിയെടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നീങ്ങുന്നു. അവിടെ ലൈക്കോപോഡിയം കൊടുക്കാൻ ഇടവന്നതാണ്. ഞാൻ അതിനുമുമ്പ് പലതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഫലിക്കാതിരുന്നു. ലൈക്കോപോഡിയം അവിടെ വർക്ക് ചെയ്യുകയും അവനെ മാറ്റുകയും ചെയ്തു. ഇനി 2 പ്രധാനപ്പെട്ട കേസുകൾ പറയാം, എന്നിട്ട് നമുക്കിത് നിർത്താമെന്ന് തോന്നുന്നു. ഒരു നേരത്തെ പറഞ്ഞ രീതിയിലുള്ളൊരു പെൺകുട്ടി. ആ പെൺകുട്ടി അൺഅറ്റൈനബിൾ ആയിട്ടുള്ള നാട്ടിലൊരു ഗുണ്ട ആയിട്ട് നടക്കുന്ന ഒരാൾ തന്നെ ആയിട്ടാണ് ഇത്. അവൻ കഞ്ചാവുമാണ്. അത് ചോദ്യം ചെയ്യുന്നു. വീട്ടുകാർ ചോദ്യം ചെയ്തിട്ടൊന്നും ഇത് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ ജോലിക്ക് പോയ സമയത്ത് വീട്ടുകാരെ ഞാൻ ഒരിക്കലും പറഞ്ഞു, ഇവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു വരികയും ഇത് ഇവരുടെ അച്ഛൻ്റെ ബ്രദർ കാണുകയും അയാൾ മിണ്ടാതിരുന്ന പിറ്റേ ദിവസം വന്നിട്ട് അന്ന് വൈകിട്ട് അയാൾ ഇവളോട് ഈ കാര്യങ്ങൾ ചോദിച്ചു. ഇവളെ നിർത്തിക്കൊണ്ട് ഈ ചോദ്യം ചെയ്തു. അയാളെ പിടിച്ചൊരു ചവിട്ടി 6:30 മണിക്ക് ചവിട്ടിയ ആള് 9 മണിയായപ്പോൾ വടിയായി പതിച്ചുപോയി. അത് ഈ ചവിട്ടുകൊണ്ട കാര്യം അമ്മയ്ക്കും അച്ഛനും അവൾക്കും പിന്നെ ഈ ലോകത്ത് എനിക്കുമാണ് അറിയാവുന്നത്. ഇങ്ങനെ ഈ സംഭവത്തിന് ശേഷം അത് വല്ലാത്ത ഷോക്കായിപ്പോയി. ഇവളുടെ പക്ഷെ പിന്നെ ഞാൻ ഈ കുട്ടിയായിട്ട് അതുവരെ സംസാരിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ സംസാരിച്ചു. അപ്പോൾ പിന്നീടാണ് ഈ അച്ഛൻ അമ്മയും തമ്മിലുള്ള റിലേഷൻ നല്ലതല്ല, അതിൽ നിന്നുള്ള വാശിയാണ്. ഞാൻ നശിച്ചാൽ നിങ്ങൾക്ക് എന്താണ് എന്നാണ് ആ കുട്ടിയുടെ തോന്നലിൽ നിന്നാണ് ഈ കുട്ടി ഇങ്ങനെ ആയത്. അത് ഇങ്ങനെ ഇത്രയും ആ ക്രൂരത ഇതൊക്കെ വന്നത് മെലീഷ്യസ് നേച്ചറാണ് എന്നറിയാം. ആങ്കർ വിത്ത് അതിൽ അനാക്കാഡിയോ നാട്രോമ്യൂറൊക്കെയാണ് വരുന്നത്. ഞാൻ അനാക്കാഡിയോ കൊടുത്തിരുന്നു, നാട്രോമ്യൂർ കൊടുത്തിരുന്നു, പിന്നെ റെസ്ക്യൂ റെമഡി സ്ഥിരമായിട്ട് കൊടുക്കുമായിരുന്നു. ഏതായാലും അതിനുശേഷം ഈ അനാക്കാഡിയം റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് നല്ല വ്യത്യാസം ഉണ്ടായി. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി മറ്റവനെ അവനാളെ ചീത്ത വൃത്തിയിട്ടവനാണെന്ന് നല്ലവനല്ലെന്നൊക്കെ വീട്ടിൽ പറയാൻ തുടങ്ങിയെന്ന്, ജോലിക്ക് പോകുമ്പോൾ അവനെ കണ്ടാൽ ഇപ്പം മൈൻഡ് ചെയ്യാണ്ടായി തുടങ്ങിയെന്നൊക്കെ മദർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഇനി
2 കാര്യങ്ങൾ കൂടി പറയാം. ഇത് ഒരു ജീവിതത്തിലെ ഹോമിയോപ്പതിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കേസാണ്. ചെറിയ സൂചന ഞാൻ പണ്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി 20 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ്. അവളെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ സ്കിസോഫ്രേനിയ എന്ന് മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന കേസാണ്. അതിനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഫാദർ വന്ന വഴി തന്നെ ഒരു മഴ പെയ്യുന്ന പോലെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരം നിർത്തണില്ല. നമ്മളൊക്കെ സാധാരണ കേൾക്കുമ്പോൾ അധികം സംസാരിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഏതാണ്? ലാക്ടോസിസ്. ലാക്ടോസിസ് കൊടുത്തൊന്നും സംഭവിച്ചില്ല. പക്ഷേ ലാക്ടോസിസ് ഒരു പ്രത്യേകത, ഓരോ വിഷയം മാറി മാറി പോകില്ല. ഇവിടെ പറയുന്ന വിഷയത്തിൽ നിന്ന് മാറാറില്ല. ഒരു വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും അങ്ങനെ വന്നപ്പോൾ ഏതോ റെപ്പർട്ടറിയിൽ നിന്ന് എൻ്റെ ഒരു സബ്ജക്റ്റ് ഓൺലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഈ അർജുനനേട്രിക്കം ഒരു മെഡിസിനാണ്. പിന്നെ ഈ അത് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ ഈ അധികം ഇവള് വീട്ടിൽ ഇവർക്ക് പശുവൊക്കെ ഉള്ള വീടാണ്. പാല് കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ രാവിലെ 6-7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ 5-6 വീട്ടിൽ പോയി കൊടുത്താൽ മതി. ഇവിടെ തിരിച്ചു വന്നാൽ 9 മണിക്കായിരിക്കും. ഓരോ വീട്ടിൽ ചെന്ന് അരമണിക്കൂറൊക്കെ സംസാരിച്ചിരിക്കും. പിന്നെ ചിലപ്പോൾ സ്വന്തം ഇഷ്ടകാലം അങ്ങ് ഇറങ്ങിപ്പോയാൽ എപ്പോഴും തിരിച്ചു വരണമെന്ന് പറയാൻ പറ്റില്ല. കാണാനൊക്കെ ഒരു സുന്ദരിയായിരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് വേഷവിധാനങ്ങളൊന്നും അണിയാറില്ല. ഈ സംസാരം കൊണ്ട് നാട്ടുകാർ വരെ പൊഴുതുമുട്ടിയതാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ കൊടുത്തത് ഈ അർജുനനേട്രിക്കം കൊടുത്തിരുന്നു. പിന്നെ ഈ കോറൽ സമ്മാണ്. വീട്ടിൽ ഇവള് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ വെറുതെ അച്ഛനോടും അമ്മയോടൊക്കെ വന്ന് തല്ലുപിടിക്കും. എന്നോട് സംസാരിക്കണത് അവർക്ക് വലിയ ഇഷ്ടമാണെങ്കിലും ഫോണിൽ കൂടിയാണെങ്കിൽ സംസാരിക്കും. നേരിട്ട് വന്നു കഴിഞ്ഞാൽ എന്നോടും തല്ലുപിടിക്കാനുള്ള ശ്രമിക്കും. അപ്പോൾ ഡോക്ടർ എന്തിനാ അങ്ങനെ വന്ന്, ഇപ്പം എന്തിനാ എന്നെ വിളിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റ് വിട്ടിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഇത്. അപ്പോൾ ഈ കോറൽസം നേച്ചർ ഇവൾക്കുണ്ട്. അത് കൂടാതെ ഇവള് ഈ അടുത്ത വീട്ടിലെ കുട്ടികളെ, അങ്ങനെയാണ് ഇവർക്ക് പ്രശ്നമായി തോന്നിയത്. അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഇവൾ എടുത്തു കഴിഞ്ഞാൽ ഇവളെ മണിക്കൂർ കണക്കിന് അല്ലെങ്കിൽ കൂടുതൽ സമയത്തേക്ക് അമർത്തി പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊരു സെക്ഷൽ പെർവേർഷൻ പോലെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഈ കേസിൽ ഈ നമ്മൾ അറിയാത്തൊരു വിഷയമുണ്ട്. നമ്മൾക്ക് കുറേ ചക്രാസ് ഉണ്ടല്ലോ. യോഗാസനം പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അതിൽ ത്രോട്ട് ചക്ര നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ത്രോട്ട് ചക്രയാണ് ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ത്രോട്ട് ചക്ര കൂടുതൽ വർക്ക് ചെയ്യണവരിൽ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടുതലായിരിക്കും എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ കോറൽസം നേച്ചറും സെക്ഷൽ ഡിസയറും കൂടി ചേർന്ന് വരുന്നത് കൊണിയമ്മേക്കാണ്. ഞാനത് കൊണിയമ്മേക്ക് കൊടുത്തു. പിന്നെ ഇൻസൈൻ നോക്കിയിട്ട് ഞാൻ വെറാട്രം ആൽബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആബ്സെന്റ് പേഴ്സൺ എന്നൊക്കെ ആരോടൊന്നുമില്ലാതെ ഇവള് തെങ്ങിച്ചോട്ടിലൊക്കെ പോയി സംസാരിക്കും. അങ്ങനെ സ്ട്രമോണിയം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവള് എന്നോട് സംസാരിക്കണം, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് ഇവള് വീട്ടിൽ കംപ്ലീറ്റ് ഓക്കെ ആയിരിക്കും എന്ന് വീട്ടുകാർ പറയാറുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്നെ വിളിച്ചാൽ ഞാൻ കാരണം ആ വീട്ടിൽ സമാധാനം ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ഞാൻ ഇവൾക്ക് വേണ്ടി സമയം കളയും. രാവിലെ 7:30 മണിക്ക് 8 മണിക്കൊക്കെ വിളിച്ചാൽ 9:30 വരെയൊക്കെ എന്നോട് സംസാരിക്കും. ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിക്കും, ടോയ്ലറ്റിൽ പോകും, തുണി തേക്കും, ഭക്ഷണം കഴിക്കുന്നതൊക്കെ ചെയ്ത് ഫോൺ ഏതെങ്കിലും ഒരു മൂലക്ക് മാറ്റി വെച്ചിട്ട് ഇടയ്ക്ക് എടുത്തിട്ട് ഓ എന്നിട്ട് എന്നൊക്കെ 2-3 ചോദ്യങ്ങൾ റെഡിമെയ്ഡായിട്ട് ഞാൻ അപ്പുറത്തുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നുള്ള ബോധവളം ഉണ്ടാക്കി മാത്രം മതി ഇവള് പറഞ്ഞോണ്ടിരുന്നോളും. ഇത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇരിക്കെ പിന്നെ ഈ വിളിയുടെ ഗ്യാപ്പ് കൂടി വന്നു. 2 ആഴ്ചയിൽ 1 മാസത്തിലൊക്കെയായി. അങ്ങനെ ഇരിക്കെ ഇവളുടെ ഫാദർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഡോക്ടറെ, ഞാൻ ഫാദറും മദറും വന്നിട്ട് ഇവൾക്ക് കല്യാണാലോചന വരുന്നത്, എന്ത് ചെയ്യണം, കല്യാണം കഴിക്കാവോ? ഞാൻ ആദ്യം പറഞ്ഞു അത് ഒരിക്കലും നടക്കില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. ഞാനൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ പറയുന്നു ഈ കുട്ടിക്ക് കല്യാണം പാടില്ല, കല്യാണം കഴിക്കാൻ ഞാനെന്ന ഡോക്ടർ നിങ്ങൾ അനുവദിക്കില്ല. സ്കിസോഫ്രേനിയ എന്ന് ലേബൽ കുത്തിയേക്കുന്ന കുട്ടിയാണ്, അത് നിങ്ങൾക്കറിയില്ല. എന്നിട്ട് പച്ച മലയാളത്തിൽ നട്ടഭ്രാന്ത് എന്നാണ് പറയണത്, അതിന് മലയാളം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ സങ്കടം കണ്ടിട്ടില്ല. ഞാനിത് ആദ്യം മനഃപൂർവ്വം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആരുമല്ല, നിങ്ങളുടെ മോളെ കെട്ടിക്കണോ വല്ലതും എന്ന് തീരുമാനിക്കാൻ നിങ്ങളാണുണ്ട്. അതുകൊണ്ട് എനിക്കൊരു മകളുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമോ അതാണ് നിങ്ങളും ചെയ്യാൻ പോണത്. നിങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാനെന്ന മനുഷ്യൻ നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾക്ക് അങ്ങനെ ആകുമെന്നാണ് നിങ്ങളുടെ മനസ്സും ഒക്കെ പറയുന്നതെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കൂ. ഒരു ആലോചന ഇങ്ങോട്ട് വന്നാണല്ലോ, അത് ചെയ്തു നോക്കണം. എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനെന്ന മനുഷ്യൻ എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. മറ്റേ ഡോക്ടറാണ്, അതെനിക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ.
ഏതായാലും ഞാൻ അവൾക്ക് അനുവാദം കൊടുത്തു. വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിച്ചു. എനിക്ക് അവളുടെ ആദ്യ രാത്രി എനിക്ക് കാളരാത്രിയായിട്ട് തോന്നി. എന്തായിരിക്കും ദൈവമേ നാളെ ഇവളെക്കുറിച്ച് കേൾക്കാൻ പോണെന്നവരെ ഞാൻ ഓർത്തു. എനിക്ക് വല്ല വിഷമം തോന്നി. ഏതായാലും ഒന്നും സംഭവിച്ചില്ല. 1.5 വർഷം അവരൊരുമിച്ച് താമസിച്ചു. യാതൊരു പ്രശ്നങ്ങളില്ലാതെ. അങ്ങനെ ഇരിക്കെ ഇവളുടെ ഈ അമ്മായിയപ്പനും മരുമോനും ഒരു കിണറിന്റെ പക്കത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ എങ്ങനെയോ അമ്മായിയപ്പൻ ഇവനെ പിടിച്ച് തള്ളി. എന്തോ ഇവൻ തലകുത്തി കിണറ്റിലേക്ക് വീഴുകയും മരിച്ചു പോവുകയും ചെയ്തു ഭർത്താവ്. അത് ഇവളുടെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്ക് വല്ലാത്ത ഫീലിംഗ് വന്നു. കാര്യം എന്തായിപ്പോ ആ ഒരു അവസ്ഥയെ ഇവള് തരണം ചെയ്യുകയും 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇവളുടെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയും. അത് എന്നോടത് പറയാൻ വേണ്ടി 3-4 ദിവസം ഞാൻ സഹിക്കേണ്ടി വന്നു. പറഞ്ഞു, സംസാരിച്ചു. അവനെ കെട്ടിക്കോന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു. ഇപ്പം 6-7 വർഷമായി, കുട്ടിയായി. ഇതിന് ശേഷം ഈ സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചില സൈക്കാട്രിസ്റ്റുകളുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അവര് ഞാൻ ചെയ്തത് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാനാവാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ആ ഭർത്താവ് മരിച്ച അവസരത്തിൽ പോലും അവളൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെ അത്ര ഇതുണ്ട്. 6-7 വർഷമായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഒരിക്കൽ IAPHൽ ക്ലാസ് എടുക്കാൻ വന്ന ഒരു സൈക്കാട്രിസ്റ്റിനോടും ഞാൻ ചോദിച്ചപ്പോഴും അവർ അന്ന് അങ്ങനെ പറഞ്ഞു. വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ അത് വലിയൊരു കാര്യമാണ്. ഹോമിയോ മെഡിസിൻ കൊണ്ട് ഒരു സിസോഫ്രേനിയ പൂർണ്ണമായി ചികിത്സ മാറ്റുമെന്ന് പറയാൻ ഞാനില്ല. കാരണം 6-7 വർഷമായിട്ട് ഇത് വന്നിട്ടില്ല. അപ്പം മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇൻസിപ്പിയൻ്റ് സ്റ്റേജ് എന്ന് പറയുന്ന അല്ല ലൂസിഡ് ഇൻ്റർവെൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും. ഇത്ര 7 വർഷമായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ എൻ്റെ ഇടയ്ക്കുള്ള അവസ്ഥയെ കടന്നു പോവുകയും ചെയ്തു. അത് ഹോമിയോപ്പതിക്ക് തന്നെ അഭിമാനിക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടി പറയാം. അതുകൂടി ഒരു പെൺകുട്ടി ഈ 20 വയസ്സിൽ നിൽക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നതാണ്. ഏതൊരു പരീക്ഷയ്ക്ക് എന്തോ അവൾ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാണ്ട് എഴുതുന്നതിൽ മാർക്ക് കുറഞ്ഞു പോയി. എല്ലാത്തിനും ബാക്കിയുള്ള വിഷയത്തിനൊക്കെ മാർക്ക് കൂട്ടി ഇവളുടെ മാർക്ക് ഒരു സബ്ജക്റ്റിന് കുറഞ്ഞു പോവുകയും ചെയ്തപ്പോൾ എല്ലാവരും കൂടി ക്ലാസ്സിൽ പൊട്ടിച്ചിരിക്കുക, കളിയൊക്കെ എന്തോ ചെയ്തു. അതൊക്കെ ഷോക്കായി. ഷോക്കായതിനു ശേഷം ഇവള് എല്ലാറ്റിനെയും പേടി. മഴ പെയ്താൽ പേടി, ഇടിവെട്ടിയാൽ പേടി, ഇടിമിന്നലിനെ പേടി, ഒരു പട്ടി നായ പുറത്ത് കുറച്ചാൽ പേടി, പൂച്ച കടന്നു പോയാൽ പേടി. ഈ പേടിയുടെ അങ്ങേറ്റം കിച്ചണിൽ ഗ്യാസിൻ്റെ തീ കണ്ടാൽ പേടി, ഒരു മെഴുകുതിരി കത്തണ കണ്ടാൽ പോലും പേടി, തീയെ പേടി. അപരിചിതരാരെങ്കിലും വീടിൻ്റെ മുറ്റത്തൂടി പോയാൽ അവൾ കൂടി അകത്ത് കയറും. ഇങ്ങനെയായിട്ട് മാറി. ഭയങ്കര ഭയം. ക്ലിനിക്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വിറച്ച് കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വേർപ്പിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പല രീതിയിലും സംസാരിക്കാൻ നോക്കിയിട്ടൊന്നും വേണ്ടത് ചെയ്യുന്നില്ല. പിന്നെ എനിക്കറിയാവുന്നൊരു മെത്തേഡുണ്ട്, ഈ സജഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു. സജഷൻ കൊടുക്കാൻ നോക്കിയിട്ടും അവൾ നടക്കുന്നില്ല. അതിനൊക്കെ പല മെഡിസിനും കൊടുത്തു. നമ്മൾ ഫിയർ ഓവർ പവറിങ് എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് ഓപ്പിയം ഒക്കെ കൊടുത്തിട്ട് വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ വല്ല 10% ഒക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. ഓരോ പ്രാവശ്യം അവൾ വരും തോറും എന്നോട് കുറച്ചുകൂടി തുറന്ന് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് പരിചയം കൊണ്ടുള്ള ഇതാണോ ഓപ്പിയോ കൊടുത്തതിനാണെന്ന് അറിയില്ല. പല മെഡിസിനും കൊടുത്തിട്ടുണ്ട്. മ്യൂലസ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ചെസ്റ്റ്നട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത് ഈ സജഷൻ കൊടുത്തിട്ട് അത് ഫലിക്കാണ്ട് വന്നു. സജഷൻ കൊടുക്കാൻ പറ്റാണ്ട് വന്നപ്പോഴേക്കും ഞാനൊരു ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റിനെ ഞാൻ റെഫർ ചെയ്തു. ആ ഹിപ്നോ തെറാപ്പിസ്റ്റ് നമ്മുടെ IFPHൻ്റെ ഒരു ക്ലാസ് ഇവിടെ വന്നിട്ടുള്ളതാണ്. വേറൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം നമ്മൾ തന്നെ നേരത്തെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന ഒരു ഡോക്ടറുമായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. അദ്ദേഹം വഴിയാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ പരിചയം ഓർത്തിട്ട് ഞാൻ ഇദ്ദേഹത്തിന് റെഫർ ചെയ്തു. ഇവർ ലോവർ മിഡിൽ ക്ലാസ്സിനേക്കാൾ അല്പം കൂടി ലോവറായ സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ഫാദറും മദറും കുട്ടിയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. 7 സിറ്റിങ്ങിൽ കൊണ്ട് നിങ്ങളുടെ കുട്ടി അടുപ്പിൽ കയറി തീ കത്തിച്ചോളും, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാം. 7 പ്രാവശ്യം നിങ്ങൾ വരണം, ഓരോ പ്രാവശ്യവും 10,000 രൂപ വെച്ച് കൊടുക്കണം. അത്രയും നേരം ഈ സംസാരിച്ച് പോയതിന് 5,000 രൂപയും ആ കക്ഷി പിടിച്ചു പറിച്ച് വാങ്ങിച്ചു ഇവരോട്. എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തതാണ്. എന്തായാലും അവർ ഡോക്ടർക്ക് എത്ര കമ്മീഷൻ കിട്ടുമെന്ന് അവർ ചോദിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് സമാധാനമായി. അങ്ങനെ വന്നപ്പോൾ എനിക്കും വാശിയായി. ഞാൻ എന്നിട്ട് ഈ മറ്റേ ഡോക്ടറെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ
അദ്ദേഹം പറയും ഇയാൾ പണ്ട് നല്ലവനായിരുന്നു, ഇപ്പം ഇയാളുടെ അടുത്ത് ആരും വിടാറില്ല ഡോക്ടറെ എന്നോട് ചോദിക്കാൻ വരുന്നില്ല. എന്നാൽ വേറൊരു ഡോക്ടറെ പറഞ്ഞു തന്നു, ആലപ്പുഴ ഭാഗത്തുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിട്ടു. കുറച്ച് നാൾ അദ്ദേഹം ഹിപ്നോതെറാപ്പിക്ക് കുട്ടിയെ വിധേയമാക്കി 2 പ്രാവശ്യം. പിന്നീട് അവർ ഫോണിലൂടെ സംസാരിച്ചു. അങ്ങനെ ഇവൾ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ടായി. പക്ഷേ കിച്ചണിൽ കയറി തീ കത്തിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. ബാക്കിയുള്ള പേരുകൾ കുറേ കുറഞ്ഞു. എൻ്റെ അടുത്ത് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു 3 മാസം മുമ്പാണ് ഇവിടെ എനിക്ക് വന്നപ്പോഴേക്കും ഞാൻ എന്നോട് കുറച്ചുകൂടി അടുപ്പമൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട് മോളെക്കുറിച്ച് ഓർത്തിട്ട് അത് നടത്തി തരാമോ എന്ന് ചോദിച്ചു. എന്ത്? ഞാനൊരു സിഗരറ്റ് ലൈറ്റ് കത്തിച്ചോട്ടെ ഈ മുറിയിൽ, ആ മൂലക്ക് പോയി ഞാൻ കത്തിച്ചോളാം, നീ അനുവദിക്കുമോ? അവളും ഉണ്ടായിരുന്നിട്ട് പേടിക്കുമെങ്കിൽ ഞാൻ കത്തിക്കില്ല, നിന്റെ അനുമതി ഇല്ല. ഇപ്പം എന്നെ പേടിപ്പിക്കായിരുന്നു. ഞാൻ കത്തിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിനി ഇതും കൂടെ അടുത്തോട്ട് വന്നോട്ടെ, നീ അനുവദിക്കുമെങ്കിലേ വരുള്ളൂ. അടുത്തോട്ട് വന്നു. ഞാൻ അപ്പുറം ഇപ്പുറം ഇരുന്ന് സിഗരറ്റ് ലൈറ്റ് കത്തിച്ചു. അപ്പോൾ ഇവള് കുറച്ചൊക്കെ മുഖം മാറുന്നുണ്ട്. ഞാൻ ഇവളുടെ അടുത്ത കൈ, അവളുടെ വലത്തെ കൈയിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ട് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കത്തിച്ചിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. മോളെ നീ എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് അവളുടെ കൈ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. എന്നിട്ട് കത്തിച്ചു. അവൾക്ക് വലിയ കുഴപ്പം കാണിച്ചില്ല. എന്നിട്ട് അവൾക്ക് പിടിക്കാനപ്പോൾ ധൈര്യമില്ല. ഞാൻ പിന്നെ അവളുടെ കയ്യിൽ അത് സിഗരറ്റ് ലാമ്പ് കൊടുത്തിട്ട് എൻ്റെ കൈ കൊണ്ട് അവളുടെ തള്ളവിരൽ അമർത്തിച്ച് അത് കത്തിച്ചു. ശ്വാസം പിടിച്ചിട്ടാണെങ്കിൽ അവിടെ കത്തിച്ച് കാണിച്ചു. വീണ്ടും കുറച്ച് പേടി മാറി. ഇതോടെ നിന്റെ പേടി മാറി, ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഈ സംഭവത്തിന് ശേഷം അവൾക്ക് കിച്ചണിൽ കയറാൻ ധൈര്യം ഉണ്ടായി. അപ്പോഴും അവൾ ഇത് ഓണാക്കില്ല, ഈ കത്തിക്കൊണ്ട് നിങ്ങൾ കാണാം. അങ്ങനെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ഫാദറും മദറും നിങ്ങൾ ആരെങ്കിലുമൊക്കെ മരിച്ചെന്ന് പറഞ്ഞ ഒരു ദിവസം കൊച്ചുകുളപ്പം കാലത്ത് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് തുടങ്ങി പൊക്കളയുക. എന്നിട്ട് ഉച്ചക്ക് 4 മണിയെങ്കിലും വീട്ടിൽ വരരുത്. ഇവള് ഭക്ഷണം ഉണ്ടാക്കുക, വെള്ളം ചൂടാക്കുക, ചായ കളിപ്പിക്കുക, എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കുക. അനിയൻ ഇളയ കുട്ടിയോട് അതും പറഞ്ഞു വെച്ചേക്കുക. അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ കയറി ചായയൊക്കെ തിളപ്പിച്ചു, കഞ്ഞി ഉണ്ടാക്കി. അതോടെ അവർക്ക് ബോധ്യം വന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ എക്സാമിനേഷൻ അവൾക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായി. ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടി. ഇവൾക്ക് ഞാൻ മിമുലസ്, വൈറ്റ് ചെസ്റ്റ്നട്ട്, റോക്രോസ് പാനിക്കും കൂടിയാണ്, മിമുലസ് പേടിയാണ്, വൈറ്റ് ചെസ്റ്റ്നട്ട് അതേ ചിന്ത ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നോക്കുന്നതിന്. ഇതാണ് ഞാൻ കൊടുത്ത മെഡിസിൻ ഫലിച്ചിട്ടുണ്ടെങ്കിൽ ഫലിച്ചേക്കുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് പോകാനായിട്ട് മിമുലസും ലാർച്ചും ഹോൺബിയും കൊടുത്തിരുന്നു. മിമുലസ് ഫിയർ ആണെന്ന് അറിയാമല്ലോ. ഈ ലാർച്ച് ലാക്ക് ഓഫ് കോൺഫിഡൻസിന്. പിന്നെ ഈ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹോൺബിയും നല്ലതാണെന്ന് വായിച്ചിട്ടുണ്ട്. ഇത് 3 കൂടിയാണ് അവൾക്ക് പരീക്ഷ എഴുതാൻ കൊടുത്തത്. ഏതായാലും ഫസ്റ്റ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ റിസൾട്ട് വന്നതിൽ ഫസ്റ്റ് റാങ്ക് അവൾക്കാണ്. 2-3 ആഴ്ച മുമ്പ് വന്നിരുന്നു എന്നോട്. ഞാൻ ഈ ലോകത്തെ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറോടാണ്. എൻ്റെ ഫാദറിനോടും മദറിനോടും സംസാരിക്കാൻ വരാത്ത കാര്യങ്ങൾ പോലും ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോടും പറയാൻ പറ്റാത്തത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയുമെന്ന് ചോദിച്ചു. ഞാൻ മരുന്ന് കഴിക്കാതിരുന്നാൽ ഡോക്ടർക്ക് വിഷമമുണ്ടാകും. ഞാൻ പറഞ്ഞു, എനിക്കത് കേൾക്കാൻ സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ മരുന്ന് കഴിക്കാതിരുന്ന് നോക്കാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് മരുന്നില്ലാതെ തിരിച്ചു പോയി. എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയതാണ്. മാത്രമല്ല, ഞാൻ ഈ പാസ്സായി വന്നതിന് എൻ്റെതായ കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. ഏതായാലും ഇവളുടെ ഫാദറും മദറും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് വളരെ ഞങ്ങളെങ്ങനെ നന്ദി പറയേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ആ കുട്ടി റാങ്കും വാങ്ങിച്ചു, വളരെ നല്ല കുട്ടിയായിട്ട് മാറി. ഇതൊക്കെ ഈ കൗൺസിലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സും കൂടി അതിൽ ഏർപ്പെടുത്തിക്കൊണ്ടാണ് മെച്ചം കിട്ടിയതെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു. ഇനി എനിക്ക് 2 വാക്ക് കൗൺസിലിംഗിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത്ര കഷ്ടപ്പാടൊന്നുമില്ല. ആർക്കെങ്കിലുമൊക്കെ നെറ്റിലൊക്കെ നോക്കി ആ കൗൺസിലിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗിച്ചിരിക്കേണ്ടതാണ്. ഓരോ ഡോക്ടർമാരും കൗൺസിലിംഗ് പഠിക്കണം. അത് ക്ലിനിക്കിൽ ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തേത് ജീവിതത്തിൽ, വീട്ടിൽ, ബന്ധുക്കളിൽ ഒക്കെ നിങ്ങൾക്ക് അത് പ്രയോഗിക്കാൻ പറ്റും. അറിയാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അത് വല്ലാത്ത മാറ്റമുണ്ടാക്കും. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ കേൾക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയും. ഞാൻ ഇപ്പോഴും ഉള്ള കാര്യം പറയാലോ, ഞാനൊരു മെറ്റീരിയൽ മെഡിക്കലൊക്കെ നല്ല ജ്ഞാനം ഉണ്ടായിട്ട് കൃത്യമായി സിമിലിമം കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ അർഹിക്കാത്ത വിജയമാണ് എനിക്ക് പലപ്പോഴും ഉള്ളതെന്നും എനിക്ക് ഇത്രയൊക്കെ കുറേയൊക്കെ റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ പേഷ്യൻ്റ് നമ്മളൊരു കൗൺസിലിംഗ് മെത്തേഡിൽ കൂടി അവരെ സമീപിക്കുമ്പോൾ അവർ നമ്മളിൽ ചാർത്തിത്തരുന്ന ആ അമിതമായ വിശ്വാസവും
അപ്പോൾ ഡോക്ടർ അതിലൂടെ ഞാൻ കൊടുക്കുന്ന മരുന്നൊരു പാർഷ്യൽ സിമിലിമാണെങ്കിലും അതൊരു ഫുൾ സിമിലിമോം പോലെ വർക്ക് ചെയ്യുന്നതായിട്ടാണെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു റീടേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീണ്ടും ആലോചിക്കുമ്പോഴോ പിന്നീട് എനിക്ക് തോന്നാറുണ്ടോ അതിന് അക്കോണേറ്റത്തിന് പകരം ബ്രൈ കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അമാവിലസിന് അയോസയാമസിന് പകരം ശ്രവണി കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മളിതൊന്ന് പോയി കഴിയുമ്പോൾ തോന്നിയ പലതും ഫലിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥ മരുന്ന് പിന്നീടായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഫലിക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരെ, ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങളൊന്നും ക്ലിനിക്കിൽ വരുന്ന എല്ലാ കേസുകളും പിടിച്ചൊന്നും കൗൺസിൽ ചെയ്യായിരുന്ന കാര്യം നടക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ക്രോണിക് കേസായിട്ട് വരുന്ന കേസുകളിൽ ഒരു ദിവസം ഒരെണ്ണമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണമോ എങ്കിലും വെച്ച് നിങ്ങൾ അതിന് മുൻപത്തെയോ ക്ലിനിക്കൽ സമയത്തിൻ്റെ മുൻപത്തെയോ പിൻപത്തെയോ സമയം കൊടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും ഹനുമാൻ പറഞ്ഞ രീതിയിൽ പേഷ്യൻറ്റിന് പറയാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ട് മിണ്ടാതിരുന്ന് മരുന്ന് കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കണം. എന്ന് വെച്ചാൽ അത് മതി, ആ കേസ് ടേക്കിങ് മാത്രം മതി മരുന്ന് ഫലിക്കാൻ. അതാ മരുന്ന് കൊടുക്കുമ്പോൾ സിമിലിയോ അല്ലെങ്കിൽ പോലും അത് ഫലിച്ചിരിക്കും. പിന്നെ എന്തെന്നില്ലാതെ ഒരു പേഷ്യൻറ്റിൻ്റെ ജീവിതത്തിലാണ് നമ്മളൊരു ആളായിട്ട് മാറുന്നത്. അവരുടെ കുടുംബാംഗമായിട്ട് നമ്മൾ അറിയേണ്ട മാറുകയാണ്. ആ ഒരു ഇത് ഞാൻ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. പല കുടുംബത്തിലെ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നതും ഓരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളെ വിളിച്ച് പറയുമ്പോഴും നമുക്ക് അവരുടെ കുടുംബാംഗത്തെ അവരുടെ ബന്ധുക്കളെ പോലും അത്ര സ്നേഹത്തോടെ വിളിക്കുന്നില്ല. മോള് ഇപ്പം അതായി, മോളിപ്പോൾ അങ്ങനെ പോയി, അല്ലെങ്കിൽ മോനോട് ജോലി കിട്ടി, ആദ്യം ഡോക്ടറാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ഈ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഇങ്ങനെ ഒരു ഇതിലൂടെ മാറ്റിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, വെറുതെ നെറ്റ് നോക്കിയാൽ മതി, കൗൺസിലിങ്ങിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുമൊക്കെ ആ വഴി പിന്തുടരുക. ആഴ്ചയിൽ ഒരു പേഷ്യൻ്റ് ഇല്ലെങ്കിലും ഒന്ന് പരീക്ഷിക്കാൻ നോക്കുക. വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും. തൽക്കാലം ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഒരു ചർച്ച ഉണ്ടെങ്കിൽ ആവാം. ഓക്കെ സലീം കുമാർ ഡോക്ടറെ, എന്തായാലും ഒരു 4-5 നോവല് വായിച്ച പോലെയുണ്ട്. ഓക്കെ, ഓരോ കേസുകളും ഒരു നോവല് വായിക്കുന്നതിന് തുല്യമായിരുന്നു. എന്തായാലും വളരെ രസാവഹമായ, അല്ലെങ്കിൽ നമുക്ക് സസ്പെൻസ് തരുന്ന കഥകളായിരുന്നല്ല ഓരോ കേസുകൾ. ഇപ്പം സലികുമാർ ഡോക്ടറെ ഈ സൂമിൽ കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ലായിരുന്നു. ഇപ്പോഴും വന്നപ്പോ നല്ല ഒരു വെടിക്കെട്ട് പെർഫോമൻസുമായിട്ടാണ് ഡോക്ടർ ഇന്ന് എന്തായാലും വന്നത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഓരോ കേസും കേട്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്ന ഡോക്ടറുടെ ഓരോ കേസും അത് അതിന്റെ ആ ഒരു അവസാന ഭാഗം എങ്ങനെ ആക്കാൻ പറ്റി, ഹോമിയോപ്പതി കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അത് ഡോക്ടർ പറഞ്ഞ പോലെ കൗൺസിലിങ്ങും കൂടെ ചേർത്ത് ഹോമിയോപ്പതിയും കൂടെ മിക്സ് ചെയ്തപ്പോ ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റി. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റുള്ള കേസ് പോലെ അല്ല ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ. അപ്പൊ അത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അത് വളരെ നല്ല കാര്യം. വളരെ സന്തോഷം, അഭിമാനം തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇന്നത്തെ സലികുമാർ ഡോക്ടറുടെ ക്ലാസ് എന്തെങ്കിലും എങ്ങനെയാണെന്നോ എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളോ വല്ലതും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. അതുപോലെ തന്നെ കേസുകളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ. ഓക്കെ. ഡോക്ടർ സലീം കുമാർ, നമസ്തേ 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 നമസ്തേ. You have done a wonderful job. I am really appreciating you. You are a nice homeopath. ഇത്രയും കേസുകൾ ഇത്രയും
നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് ക്യൂർ ചെയ്ത് ഇങ്ങനെ ഈ തലത്തിൽ എത്തിക്കാനായിട്ട് കൗൺസിലിങ്ങിലും ഡോക്ടർക്ക് പ്രാവീണ്യമുണ്ട്, ഹോമിയോപ്പതി മെഡിസിനിലും പ്രാവീണ്യമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ അതിനെക്കാട്ടിലുപരി താങ്കളുടെ ഉള്ളിലെ ഉള്ള ഇപ്പം ലാസ്റ്റ് ഇതിനു മുമ്പ് നടന്ന ഒരു 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 ക്ലാസ്സിൽ ഡോക്ടർ സഹാനിയുടെ ക്ലാസ് ഉണ്ട്. എനിക്ക് ഡോക്ടർ സലീം കുമാർ കേട്ടോന്ന് എനിക്കറിയില്ല. ഡോക്ടർ സഹാനി, അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖനായ ഒരു ഹോമിയോപ്പത്ത്. അദ്ദേഹത്തിന്റെ അച്ഛനും ഹോമിയോപ്പത്തായിരുന്നു, ബി കെ സഹാനി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പരിണതപ്രജ്ഞനായ ഒരു ഹോമിയോപ്പത്താണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സലീം കുമാറിനെ വെച്ച് ഞാൻ നോക്കുമ്പോൾ വളരെ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ള ഒരു വ്യക്തിക്ക്, ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ധാരാളം ഇതുപോലുള്ള വണ്ടർഫുൾ കേസ് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ മനുഷ്യൻ സ്പിരിച്വലി ഗ്രോത്ത് ഉള്ള ആളായിരിക്കും. സഹാനി സാറിന്റെ അച്ഛൻ അതുപോലെയുള്ള ഒരാളായിരുന്നു. ഈ സഹാനി സാറും അങ്ങനെയുള്ള ആളായിരുന്നു. ഞാൻ അത്രയൊന്നും പറഞ്ഞ് വെക്കുന്നില്ല ഡോക്ടർ സലീം കുമാറിനെ. എനിവേ, അതിലെ ഒരു 50% എങ്കിലും യു അക്വയർഡ് ദാറ്റ് ക്വാളിറ്റി. സോ അതുകൊണ്ടാണ് സലീം കുമാറിന് ഇത്തരം കേസുകൾ ഭേദമാക്കാൻ പറ്റുന്നത്. ആ സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത് വെറും ചികിത്സയല്ല. അതിനകത്ത് ഡൈനാമിക് ആയിട്ടുള്ള, സട്ടിലായിട്ടുള്ള ഈ ഡെവലപ്മെന്റ്സ്, ഗ്രോത്ത് ഈ ഡോക്ടർക്കുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഹോമിയോപ്പതി മരുന്ന് കൊടുത്ത് ഭേദമാക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വെറും മെറ്റീരിയൽ ഔട്ട്ലുക്കില് ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് വളർന്നു വരാൻ സാധിക്കില്ല. അങ്ങനെ ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള ഡോക്ടർമാരെല്ലാവരും ഈ ഹോമിയോപ്പതി പ്രാക്ടീസിൽ വിജയിച്ചിട്ടുണ്ട്. ഐ മീൻ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതല്ല ഞാൻ അർത്ഥം വയ്ക്കുന്നത്. പക്ഷെ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർക്കും ഇതുപോലത്തെ കേസുകൾ ക്യൂർ ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, സന്തോഷം ഹരിഹരൻ സാറെ. എന്താണ് ഈ സലീം കുമാർ ഡോക്ടർ വേറൊരു പ്രത്യേകത എനിക്ക് കാണാൻ പറ്റിയത്, ഈ കേസ് സുഖപ്പെടുത്തി, കേസുകളിൽ പോലും അങ്ങനെ ഞാൻ സുഖമാക്കി എന്നുള്ള ഒരു അഹങ്കാരവും ഇല്ല. അത് എൻ്റെ അല്ല, ദൈവത്തിന്റെ ആ ഒരു ഇത് കൊണ്ട് നടന്നു എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമാണ് ഡോക്ടർ അതിൽ വിശ്വസിക്കുന്നത്. ഓക്കെ, അടുത്തത് ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ സംസാരിക്കും. എന്തായാലും ഇന്ന് സലീംകുമാർ ഡോക്ടറെ നമ്മൾ പെട്ടെന്ന് പരിപാടിയിട്ട് ഫിക്സ് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ജലദോഷവും അസ്വസ്ഥതകളും ഒക്കെ മഴ നനഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തി നാളെ പനിയെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത രീതിയിൽ ഡോക്ടറുടെ ശരീരത്തിനെയും മനസ്സിനെയും മാറ്റി എന്നുള്ളതാണ് ഈ സെഷനിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം. അപ്പം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പല ആൾക്കാരും അയ്യോ ഒന്ന് തുമ്പിയാൽ ഉടനെ എനിക്ക് വയ്യല്ലോ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക, പുതച്ചു മൂടി എവിടെയെങ്കിലും കിടക്കാം, അങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷെ ഇതല്ല. എന്തിനേയും അതിജീവിക്കാനുള്ള ശക്തിയും മനസ്സും, അതുപോലെ തന്നെ ഒത്തിരി പ്രതിബന്ധങ്ങളിൽ നമുക്കറിയാം. ഒരു സംഘടനയുടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ അവിടെ കയറി പ്രതിഷേധമായിട്ട് ഒരു ബോർഡുമായിട്ട് നേരിട്ട് ചെന്ന ആളാണ് സലീംകുമാർ ഡോക്ടർ. സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, പല ആൾക്കാരും നമുക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാം,
പക്ഷെ ചെയ്യാൻ ആര് മുന്നിൽ നിൽക്കും? അപ്പോൾ ഇവിടെയും മുന്നിൽ നിൽക്കുന്ന സലീംകുമാർ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലും അതുപോലെ തന്നെ മുന്നിൽ തന്നെയാണ്. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ക്ലിനിക്ക് നടത്തുന്നത്. വളരെ നല്ല ചികിത്സാ അനുഭവങ്ങളാണ് പല രോഗികൾക്കും നൽകാനായിട്ടുള്ളത്. പിന്നെ യാതൊരുവിധ ജാടയുമില്ല, വളരെ സിമ്പിളാണ്. എപ്പോഴും കാണുമ്പോഴുള്ള ഒരു ചിരി, ഇതൊക്കെയാണ് ഡോക്ടറുടെ ആ പ്രത്യേകത, സവിശേഷതകൾ. അപ്പോൾ ആ സവിശേഷതകൾ തന്നെയാണ് ജനങ്ങളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ അദ്ദേഹം സൈക്കോളജി പഠിച്ചത് തന്നെ നമുക്കറിയാം. നേരത്തെ സലീംകുമാർ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഹോമിയോപ്പതി പഠിച്ചതിന് ശേഷം അലോപ്പതി ഡോക്ടർമാരുടെ കീഴിൽ നിന്ന് അവരോടൊപ്പം നിന്ന് പല ചികിത്സകളും നടത്തി എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ് പ്യുവർ ഹോമിയോപ്പത്തായിട്ട് രംഗത്ത് വന്നത്. അപ്പം അദ്ദേഹത്തിന് തന്നെ എല്ലാം മനസ്സിലാക്കണമെന്നും അത് അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ഈ സൈക്കോളജി പഠിക്കണമെന്നുള്ള ആവേശം കൊണ്ടും എത്തിച്ചേർന്നതാണ്. പക്ഷേ ഹോമിയോപ്പതിയും സൈക്കോളജിയും രണ്ടും ഒരു ത്രാസിൻ്റെ രണ്ട് തട്ടുകളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഠനം അദ്ദേഹത്തിന് കൂടുതൽ ഗുണം നൽകി. അത് ഹോമിയോപ്പതിക്കും ഗുണകരമായി മാറി. എന്തായാലും ഇന്നത്തെ ഈ സെഷൻ അതിഗംഭീരമായിരുന്നു. ഇനിയും ഇതുപോലുള്ള സെഷനുമായിട്ട് രംഗത്ത് വരണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി അഭിനന്ദനങ്ങൾ. ഓക്കെ, സന്തോഷം ധനേഷ് ഡോക്ടറെ. അപ്പൊ ഇന്ന് സലീംകുമാർ ഡോക്ടർ ദിവസമായിരുന്നു. അപ്പൊ വളരെ എന്താണ്, അതുപോലെ തന്നെ വേറൊരു പലപ്പോഴും സലീംകുമാർ ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ സലീംകുമാർ ഡോക്ടർ ചെയ്യുന്ന പോലെ എല്ലാം സലീംകുമാർ ഡോക്ടർക്ക് മാത്രമേ പറ്റൂ. ധനേഷ് ഡോക്ടർ പറഞ്ഞല്ലോ, ഒരു സംഘടനയിൽ പ്ലക്കാർഡ് പിടിച്ച് ഇരുന്ന കഥയൊക്കെ സലീംകുമാർ ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാട്ടിൽ പറഞ്ഞ പോലെ വ്യത്യസ്തനായ സലീംകുമാർ ഡോക്ടർ, അത് സലീംകുമാർ ഡോക്ടർക്കേ പറ്റൂ. ചില കാര്യങ്ങളിൽ വിചാരിച്ചത് അത് ചെയ്യും. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നാളെ ആവാന്ന് വിചാരിക്കുകയില്ല. അതെവിടെയായാലും അത് പറയാനുള്ളത് പ്രകടിപ്പിക്കും. അത് ഡോക്ടർക്കും ഗുണം ചെയ്യും. കാരണം മനസ്സിൽ ഇരിക്കുമ്പോഴാണല്ലോ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്തും തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. പ്രതിഷേധിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അതും ചെയ്യും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിനി ഒരു 3 മിനിറ്റാണുള്ളത്. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഭദ്രൻ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. ഭദ്രൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കേസുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഏതായാലും മെന്റൽസിന് ശരിയായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കേസ് ടേക്കിംഗ് ആയിരുന്നു. അത്തരം കേസ് ടേക്കിങ്ങിന് നമ്മളെല്ലാവരും പ്രാവീണ്യം നേടേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഒരു പേഷ്യന്റ് അങ്ങനെയുള്ള പ്രാവീണ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ പേഷ്യൻസ് അവിടെ നടന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് മരുന്ന് നിശ്ചയിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒബ്സർവേഷൻ ഫാക്കൽറ്റി നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതൊന്ന് നേടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്തരത്തിലുള്ള മെന്റൽസ് വെച്ച് നമുക്ക് സുഖമായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻക്യൂറബിൾ എന്ന് കരുതപ്പെടുന്ന ഒരുപാട് അസുഖങ്ങൾ സുഖപ്പെടുത്താനുള്ള ഭാഗ്യവും ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. സലീംകുമാറിന് എൻ്റെ പേരിലും IFPHന്റെ പേരിലും വളരെ ഹാർദമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ നന്നായിരുന്നു ക്ലാസ്, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇത്തരത്തിലുള്ള പ്രസന്റേഷൻ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. ഓക്കെ സാർ. സന്തോഷം ഭദ്രൻ ഡോക്ടറെ. അപ്പോ ഇനി ആരും അഭിപ്രായങ്ങൾ പറയാൻ വരുന്നില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോ എന്തോ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഓർത്തു വന്നതായിരുന്നു, കിട്ടുപോയി. സലീംകുമാർ ഡോക്ടറെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ ഇതേപോലുള്ള ഒത്തിരി കേസുകളാണ് നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ സീതാലയം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. സീതാലയം, അവിടെ വരുന്ന കേസുകളൊക്കെ ഇതുപോലത്തെ കേസുകളാണ്. ഇപ്പൊ ഡോക്ടർ പ്രസന്റ് ചെയ്തതുപോലത്തെ കേസുകൾ. അവിടെ ഞാൻ ഒത്തിരി കേസുകൾ ഇതുപോലെ ഉള്ളത് കേട്ടിട്ടുണ്ട്. നമ്മൾ അതിന് കുറയ്ക്കാൻ വേണ്ടി അശ്രാദ്ധ പരിശ്രമം നടത്തിയിട്ടുണ്ട്, ഇതുപോലുള്ള അതിനൊരു റിസൾട്ട് കൊടുക്കാൻ വേണ്ടി. ചില കേസുകളൊക്കെ നമ്മൾ കേട്ടാൽ നമുക്ക് തന്നെ നമ്മളെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടും. അതുപോലത്തെ കേസുകൾ
ഇതുപോലത്തെ കേസുകൾ, ഇതിലും കുഴഞ്ഞ കേസുകൾ ഒക്കെ നമുക്ക് എനിക്ക് കാണാനും കേൾക്കാനും ചികിത്സിക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നും നമ്മൾ വിജയിക്കുമെന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല ചെയ്യണം. നമ്മൾ അതാണ്. വെറുതെ വിജയിച്ചു പോകുന്നതാണ് തന്നെ. ശരിക്കും ശരിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ക്ലാസ് എടുത്ത സലീംകുമാർ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഭദ്രൻ ഡോക്ടറെ ക്ഷണിക്കും. ഇന്നത്തെ ക്ലാസ് വളരെ രസകരമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് വളരെ കൂടുതൽ ആളുകൾ ഇംപ്രസ് ചെയ്യുന്ന രൂപത്തിലുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു പ്രസന്റേഷൻ നടത്തിയ ഡോക്ടർ സലീംകുമാറിന് IFPHന്റെ പേരിലും നമ്മളെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലുള്ള അഗൈതമായ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ, സന്തോഷം, നന്ദി ഭദ്രൻ ഡോക്ടറെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കേസുകൾ ആയിട്ട് ഡോക്ടർ ഇനിയും നമുക്ക് നമ്മുടെ ഈ സൂമിൽ അടുത്തൊരു ക്ലാസ്സുമായിട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.